ഹലോ, ഇന്നത്തെ ഡിന്നറിനായിട്ട് ആലു പൊറാത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടി ഇടേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, അതുപോലെ ചാട്ട് മസാല അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡറും അതിനായിട്ട് യൂസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ അയമോദകമാണ് കേട്ടോ, അജ്വൈൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി ഫില്ലിങ്ങിന് എന്തൊക്കെയാണെന്നല്ലേ, അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളത്, ഇതിപ്പോൾ വെജിറ്റബിൾ കട്ടറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് പച്ചമുളക്, എരിവിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ആലു പറാത്തയല്ലേ, അപ്പോൾ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞ് കൈകൊണ്ട് ശരിക്കും ഉടച്ച് വെച്ചിട്ടുള്ളതാണത്. പിന്നെ മല്ലിയില. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അതുപോലെ ഇതിൻ്റെ കളറും, ഇതൊരു യെല്ലോ കളറിൽ വേണമെന്നാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുളക് പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു നല്ല റെഡിഷ് കളറിൽ വരണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറിൽ വരും. പിന്നെ മല്ലിപ്പൊടിയും ഒരു 1/2 സ്പൂൺ 1/4 സ്പൂണൊക്കെ ചേർക്കാം. ജീരകപ്പൊടി ഞാനിവിടെ ഒരു 1/2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ചാട്ട് മസാലയാണ്. ഈ ചാട്ട് മസാല അതുപോലെ തന്നെ ഡ്രൈ മാംഗോ പൗഡറൊക്കെ ചേർക്കുമ്പോഴാണ്, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ ശരിക്കും ഈ പറയുന്നതല്ല, അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഈ ചാട്ട് മസാല അതുപോലെ ഡ്രൈ മാംഗോ പൗഡറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വരും. ഇനി ഇതൊന്നും കയ്യിലില്ല എന്ന് വെച്ചിട്ട് ആരും ഇതുണ്ടാക്കാതിരിക്കൊന്നും വേണ്ട, ഗരം മസാല ചേർത്താലും ഓക്കെയാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള അയമോദകം ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് മതി അത് ചേർത്തിട്ടുള്ളത്. ദഹനം നന്നായിട്ട്, അതായത് വളരെ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ഗ്യാസ് ട്രബിളൊക്കെ, ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള ആളുകൾക്കാണ് എങ്കിലും അത് ചേർത്താൽ നല്ലതാണ്. അതുപോലെ ഈ ബജ്ജി അതൊക്കെ ഉണ്ടാക്കുമ്പോഴും ചിലർ അതിൽ ചേർക്കാറുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പച്ചമുളക്, ഫൈനലി നമ്മുടെ മല്ലിയില എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പക്ഷേ ഇവിടെ എൻ്റെ മൂത്ത മകന് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ അവനത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കയ്യും കാലും ഒക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് ഇട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്തായാലും അത് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് തന്നെ കുഴക്കണേ. എന്താണെന്ന് വെച്ചാൽ ഒട്ടും അതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കട്ടയായിട്ടുണ്ട് എങ്കിലും നമുക്കിത് പരത്തുമ്പോൾ അതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ അത് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ശരിക്കും ഉരുട്ടിയെടുക്കുമ്പോൾ ഇതേപോലൊരു ഇതിൽ കിട്ടണം നമുക്ക്. ഇനി നമുക്കിത് പരത്തി തുടങ്ങാം. സാധാരണ ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടെ കട്ടിയിൽ തന്നെ അത് പരത്തിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആലു പൊറാത്ത ഞാൻ ഉണ്ടാക്കിയിട്ടൊരു 2 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ മെനക്കേട് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഒരാളാണ് ഞാനും. എന്തായാലും ഇന്നതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ കുറവൊക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഫില്ലിങ് അതൊന്ന് പൊട്ടിപ്പോകരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ അതൊന്ന് പരത്തി എടുക്കുന്നത്. ഏതായാലും 1-2 എണ്ണം വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും പൊട്ടിപ്പോകാതെ പരത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒന്നെങ്കിലൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കാണെങ്കിൽ ശരിക്കും ആ ഒരു പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളെല്ലാം ഈ ബുദ്ധിമുട്ടെന്ന് വിചാരിക്കുന്നതിൻ്റെ ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മളിതൊക്കെ ചെയ്ത് വരുമ്പോൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. അപ്പോൾ അതിന് പരത്തുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ ഒരുപാട് കട്ടിയിൽ അല്ലെങ്കിൽ ഒരുപാട് മുറുക്കി അത് പരത്തി കഴിഞ്ഞാൽ ആ ഫില്ലിങ് പൊട്ടി അത് ചിലപ്പോൾ പുറത്തേക്ക് പോരും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ വേണം അതൊന്ന് പരത്തി എടുക്കാനായിട്ട്.
അപ്പോൾ ഇതിലിങ്ങനെ സ്പീഡ് കൂട്ടി കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ, പക്ഷേ ഞാൻ ഇത്രയും മുറുക്കിയല്ല അത് പരത്തിയെടുക്കുന്നത്. അങ്ങനെ ഒരെണ്ണം ഭാഗ്യത്തിന് പൊട്ടലൊന്നും കൂടാതെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇത് പരത്തുമ്പോൾ നമുക്ക് 2 രീതിയിലും പരത്തിയെടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ചപ്പാത്തി പോലെ പരത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് ഇതേപോലെ പരത്തിയെടുക്കാം. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചപ്പാത്തി ആയിട്ട് തന്നെ പരത്തി വെച്ചിട്ട് ഒന്നിൽ നിറയെ ഫില്ലിങ് വെച്ച് മറ്റേ ചപ്പാത്തിയെ അതിനെ കവർ ചെയ്തുകൊണ്ട്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിപ്പത്തിൽ കുറച്ച് വലിയ ആലു പറാത്ത തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഇതേപോലെ ഒരു ചപ്പാത്തി പരത്തിയതിൻ്റെ മേലെ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് മറ്റേ ചപ്പാത്തി കൊണ്ട് അതൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലുപ്പത്തിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, നല്ലൊരു വലുപ്പത്തിൽ അത് പരത്തിയെടുക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം പരത്തി വെച്ചതിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇപ്പം ഡിന്നറിനൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി, അതിന് പ്രത്യേകമായിട്ടൊരു കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് ശരിക്കും ഉണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ലാതെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്നതൊക്കെ ഇനി ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. ഇത് സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. നമുക്കിനി ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒക്കെ നമുക്ക് പുരട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് അതിനായിട്ട് പുരട്ടിയെടുക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഒരു ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്തൊക്കെയായാലും ഇപ്പോൾ ചപ്പാത്തിയും അതിനല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ ഉണ്ടാക്കി ആ ഒരു സമയം വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എളുപ്പം തന്നെയാണ്. ആ ഒരു ഫില്ലിങ് റെഡിയാക്കി വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ പരത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. എനിക്കാണെങ്കിൽ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. എങ്കിലും നല്ല ചൂടുള്ള ആലു പൊറാത്തയുടെ മുകളിൽ കുറച്ച് ബട്ടർ നമ്മൾ കൊടുത്തിട്ട് ആ ഒരു ബട്ടർ അതിലേക്ക് മെൽറ്റായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഉണ്ട് എങ്കിൽ നമുക്കതിൽ തൈര്, നല്ല കട്ട തൈരും അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് സോസ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്തിൻ്റെ കൂടെയും ദോശ, ഇഡലി, ചപ്പാത്തി എന്ന് വേണ്ട, എന്ത് സാധനവും ബ്രെഡ് ഒക്കെ തന്നെ സോസ് ഉണ്ടെങ്കിൽ പിന്നെ അത് മതി. അപ്പോൾ ടൊമാറ്റോ സോസും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലു പൊറാത്ത. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.